Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. തിരുവേരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീപാർവതി ദേവിയുടെ നട തുറപ്പ് മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. സമാപന ദിവസവും ജനലക്ഷങ്ങളാണ് തിരുവേരാണിക്കുളത്തേക്ക് ഒഴുകിയെത്തിയത്. 12 ദിവസത്തെ തിരുവുത്സവ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി കൊണ്ടാടി. ഈ വർഷത്തെ നടതുറപ്പ് മഹോത്സവത്തിന് തുടക്കം കുറിച്ച് ജനുവരി 12-നാണ് ശ്രീപാർവതി ദേവിയുടെ നട തുറന്നത്. അന്നു തൊട്ട് ഇന്നേ വരെ ഭക്തജനസാഗരമാണ് തിരുവേരാണിക്കുളത്ത് അലയടിച്ചത്. കേരളത്തിനകത്തും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ലക്ഷക്കണക്കിന് ഭക്തർ ദേവീ ദർശനത്തിനായി തിരുവേരാണിക്കുളത്തേക്ക് എത്തിച്ചേർന്നു. സ്ത്രീകളായിരുന്നു ഇവരിൽ ഏറെയും. മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കുമായി അവർ ദേവീനടയിൽ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. ദേവിയുടെ ഇഷ്ടവഴിപാടായ മഞ്ഞൾ പറ നിറയ്ക്കുന്നതിനും മഹാദേവന്റെ നടയിൽ എള്ളു പറ നിറയ്ക്കുന്നതിനും ഭക്തരുടെ വലിയ തിരക്കായിരുന്നു. ദർശനത്തിനായി ക്യൂ നിൽക്കുന്നതിന് 50,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പന്തലുകളാണ് മഹാദേവ ക്ഷേത്രം ട്രസ്റ്റ് ഒരുക്കിയിരുന്നത്. വഴിപാടുകൾ നടത്തുന്നതിനും പ്രസാദ വിതരണത്തിനുമായി കൗണ്ടറുകളും പ്രവർത്തിച്ചു. തിരക്ക് നിയന്ത്രിക്കുന്നതിനും ക്രമസമാധാന പരിപാലനത്തിനുമായി പോലീസ് സേനയും സുസജ്ജമായിരുന്നു. KSEB, ഫയർഫോഴ്സ്, ആരോഗ്യ വിഭാഗം തുടങ്ങിയ വകുപ്പുകളുടെ സേവനവും ലഭ്യമായി. KSRTC വിവിധ ഡിപ്പോകളിൽ നിന്ന് പ്രത്യേക സർവീസുകൾ നടത്തി. വാഹന പാർക്കിങ്ങിനായി അതിവിശാലമായ 5 പാർക്കിംഗ് ഗ്രൗണ്ടുകളും സജ്ജീകരിച്ചിരുന്നു. അടുത്ത വർഷം ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് ഇനി ശ്രീപാർവതി ദേവിയുടെ നട തുറക്കുന്നത്. അതുവരെയുള്ള കാത്തിരിപ്പിലാകും ഇനി നാടെമ്പാടുമുള്ള ദേവീ ഭക്തർ. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.